ഛത്തീസ്ഗഡിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച ജവാന് വീരമൃത്യു. 3 ജവാന്മാർക്ക് പരിക്കേറ്റു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സംഭവമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എപ്പോഴാണ് അപകടമുണ്ടായത്? വിഷ്ണു, ഇന്ന് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ഡിവിഷനിലാണ് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ച് ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും അതേപോലെ തന്നെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ഇന്ദ്രാവതി നാഷണൽ പാർക്കിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. ഭോപ്പാൽ പട്ടണം എന്നുള്ള സ്ഥലത്തെ ഉള്ളൂർ വാലിയിൽ വെച്ചായിരുന്നു ഈ സ്ഫോടനമുണ്ടായത്. ജവാന്മാർ കാൽനടയായിട്ട് ഈ മാവോയിസ്റ്റ് ഓപ്പറേഷനായി പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കുഴിബോംബിൽ ചവിട്ടി, അത് ഒരു പ്രഷർ ബോംബായിരുന്നു. അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഉഗ്രസ്ഫോടനമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജവാൻ ഗുരുതര പരിക്കായിരുന്നു ഏറ്റിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ അദ്ദേഹം വീരമൃത്യു വരിക്കുകയായിരുന്നു. ഏതാനും ചില ഈ ഉദ്യോഗസ്ഥർക്കും ജവാന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വീരമൃത്യു വരിച്ച ഈ ജവാൻ, അദ്ദേഹം ജില്ലാ റിസർവ് ഗാർഡിലെ ഉദ്യോഗസ്ഥനാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഈ കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തന്നെ ഈ ഒരു പ്രദേശത്ത് തന്നെ നേരത്തെ ശക്തമായ ഭീകരവേട്ട ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഒരു ജവാന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. ഈ പരിക്കേറ്റ ജവാന്മാരുടെ നില എങ്ങനെയാണ്? നിലവിൽ പരിക്കേറ്റ ജവാന്മാരുടെ നില തൃപ്തികരമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ബസ്തർ ഡിവിഷൻ നമുക്കറിയാം, വലിയ രീതിയിലുള്ള മാവോയിസ്റ്റിൻ്റെ അവരുടെ വലിയൊരു ശക്തി കേന്ദ്രമാണ് ഈ മേഖല. ഇവിടേക്ക് പലതവണ ഈ CRPFൻ്റെയും അതേപോലെ തന്നെ ഈ ജില്ലാ റിസർവ് ഗാർഡിൻ്റെയും അതേപോലെ തന്നെ മറ്റ് ITBP അടക്കമുള്ള മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ കോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകൾ നടക്കുന്നത്. ഈ ഓപ്പറേഷനുകൾക്ക് വലിയ രീതിയിൽ ഈ ജവാന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അടുത്തിടെ സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ ഈ പ്രത്യേക സേനാ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ ഓപ്പറേഷനാണ് ഈ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ നടത്തിവരുന്നത്. അതിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഈ ജവാനിന് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകളും മറ്റും ഈ മേഖലയിലേക്ക് ഉണ്ടാകേണ്ടതാണ്. ഇന്നലെയും സമാനമായ രീതിയിലുള്ള സുരക്ഷാ പരിശോധന ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അതുവഴി കാൽനടയായി പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഈ സ്ഫോടനമുണ്ടായതും ഒരു ജവാൻ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിഷ്ണു.